പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് തുടക്കം. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അധികാരമോഹമുള്ള പാർട്ടികളെ ജനങ്ങൾ വലിച്ചെറിഞ്ഞുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ചിലർ പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന് മുമ്പ് സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. ഇപ്പോൾ വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുകയാണ്. സിബി, പാർലമെന്റ് എല്ലാ അർത്ഥത്തിലും പ്രക്ഷുബ്ധമാവുകയാണ്. വഖഫ് അടക്കമുള്ള വിഷയങ്ങളിൽ, അദാനിയുടെ കുംഭകോണം അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രക്ഷുബ്ധമാവുകയാണ് പാർലമെന്റ്. ഇപ്പോൾ ലോക്സഭ 12 മണി വരെ പിരിഞ്ഞു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾ കൂടി വരികയാണ്. ഈ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് നരേന്ദ്രമോദി പറഞ്ഞത് ചിലർ പാർലമെന്റ് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പറയുകയും ചെയ്തത്. പക്ഷേ വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടുക എന്ന രീതിയാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു. വലിയ തരത്തിലുള്ള പ്രക്ഷോഭം, പ്രതിഷേധം പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കുകയാണ്. സിബി ജോസഫ് ചേരുക. സിബി, ഇപ്പോൾ 12 മണി വരെ ലോക്സഭ നിർത്തിവച്ചിരിക്കുന്ന വിവരങ്ങൾ വരുന്നു. എന്താണ് പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കിയത്? സിജു, ഇപ്പോൾ ലോക്സഭ തുടങ്ങിയ ശേഷം തന്നെ 12 വരെ നിർത്തിവെക്കുന്നതായി ഇപ്പോൾ ലോക്സഭ ചെയർ ഇപ്പോൾ അറിയിക്കുകയാണ്. എന്തായാലും കൃത്യമായ കാരണങ്ങൾ അതിൽ ചൂണ്ടിക്കാട്ടിയിട്ടില്ല. എന്തായാലും തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബഹളം ആരംഭിച്ചിരുന്നു. പക്ഷേ ഇത് മറ്റു നടപടികളിലേക്ക് പോകാതെ 12 മണി വരെ പിരിഞ്ഞതായി അറിയിക്കുകയായിരുന്നു. എന്തായാലും ഈ ലോക്സഭയും രാജ്യസഭയും തുറന്നതിന് മുന്നോടിയായി തന്നെ ഇപ്പോൾ രാജ്യസഭ ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പാർലമെന്റ് തുറന്നതിന് മുമ്പ് തന്നെ നരേന്ദ്രമോദി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നു. ഇതിൽ പ്രധാനമായും പ്രതിപക്ഷത്തിനെതിരെ ഒരു വലിയ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം. ഇത്തരത്തിൽ നിരവധി വിഷയങ്ങളുള്ളതിനാൽ ഇത് ഈ പാർലമെന്റ് തടസ്സപ്പെടുത്താൻ വേണ്ടി ചില ആളുകൾ ആഗ്രഹിക്കുന്നു. ഇവർ അധികാരമുള്ള മോഹമുള്ള പാർട്ടികളാണ്. ഇവരെ ജനങ്ങൾ നേരത്തെ തന്നെ വോട്ടർമാർ വലിച്ചെറിഞ്ഞു കഴിഞ്ഞു. ഇവർ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സഭയെ ഉപയോഗിക്കുകയാണെന്നും ആരോഗ്യകരമായ ചർച്ചകൾ സഭയിൽ ഉണ്ടാകണമെന്നും നരേന്ദ്രമോദി പറയുകയുണ്ടായി. എന്തായാലും ജനങ്ങളുടെ ശബ്ദം പാർലമെന്റ് ഉയർത്താൻ കോൺഗ്രസ് അടക്കം കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു നരേന്ദ്രമോദി പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. എന്തായാലും ഒരുപാട് പ്രത്യേകതയുള്ള പാർലമെന്റ് സമ്മേളനമാണ്. ക്രിയാത്മകമായ സമ്മേളനകാലം പ്രതീക്ഷിക്കുന്നതായും നരേന്ദ്രമോദി പറയുകയും ചെയ്തു. നമുക്കറിയാം, നിരവധി വിഷയങ്ങളാണ് ഈ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് മോദി അദാനി കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം നിലയും നിലവിൽ പ്രതിപക്ഷം വളരെ വലിയ പ്രതിഷേധം തീർത്തിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മോദിക്കെതിരെ ഉയർന്ന നിരവധി അദാനിക്കെതിരെ ഉയർന്നിട്ടുള്ള US കുറ്റപത്രം അടക്കമെല്ലാം നിലയും വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പ്രതിപക്ഷ എംപിമാരുടെ അടിയന്തര പ്രമേയ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് MP അടക്കം ഈ ഒരു വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റൂൾ 261 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. അങ്ങനെ 267 ചട്ടം 267 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ മണിപ്പൂർ വിഷയം അടക്കമെല്ലാം ഇതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ഉത്തർപ്രദേശിലെ ഇപ്പോഴത്തെ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ സമാജ്വാദി പാർട്ടിയുടെ MPമാർ അവിടെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ദില്ലിയിലെ വായു മലിനീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദില്ലിയിൽ നിന്നുള്ള കോൺഗ്രസ് അംഗങ്ങൾ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അങ്ങനെ നിരവധി വിഷയങ്ങൾ ഈ പാർലമെന്റ് ശൈത്യകാല സമ്മേളനത്തിൽ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ലോക്സഭ 12 മണി വരെ നീട്ടിവെച്ചിരിക്കുകയാണ്. 12 മണിക്ക് ശേഷം വീണ്ടും ചേരുമെന്നുള്ളതാണ് പറയുന്നത്. ഇതിപ്പോൾ രാജ്യസഭ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയമല്ല, പ്രത്യേകിച്ച് ഈ അദാനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ മറുപടി പറയണമെന്നും നരേന്ദ്രമോദി നിലപാട് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ വിഷയമെല്ലാം നിലയും ഈ ശീതകാല സമ്മേളനത്തെ പ്രക്ഷുബ്ധമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പാർലമെന്റിൽ ഈ അദാനി വിഷയം തന്നെ ആയിരുന്നു പാർലമെന്റ് തുടങ്ങിയ സമയത്തിന് ഈ വിവാദ വിഷയമായത്. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയ്ക്ക് അത് അദാനി വിഷയം മാത്രമാണോ? ഈ ലോക്സഭ തുടങ്ങിയപ്പോൾ ഈ പ്രതിപക്ഷം സംസാരിച്ച് തുടങ്ങിയിട്ട് അതിന് മുമ്പ് തന്നെ 12 വരെ ഈ ഒരു ലോക്സഭ നിർത്തിവെക്കുകയായിരുന്നു. എന്തായാലും ലോക്സഭയിൽ ഇപ്പോൾ 12 വരെ നിർത്തിവെച്ചിരിക്കുക. നമ്മുടെ ഒരു പ്രതിപക്ഷ ബഹളത്തിലേക്ക് പോകാൻ ഒരു സമയം ലഭിച്ചില്ല. അതിന് മുമ്പ് തന്നെ ഈ നടപടി ആരംഭിക്കുമ്പോൾ തന്നെ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും രാജ്യസഭയിൽ ഇപ്പോൾ രാജ്യസഭ ചെയർമാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സിബി, പല ഘട്ടങ്ങളിൽ ഈ അദാനി മോദി ബന്ധം പല കാലഘട്ടങ്ങളിൽ പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കിയിട്ടുണ്ട്. അദാനിയുടെ സംരക്ഷകൻ മോദി ആണെന്നുള്ള ആരോപണം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിലാണ് അമേരിക്കയിൽ അദാനിക്കെതിരെ കേസെടുക്കുകയും ചെയ്തത്, നിക്ഷേപകരെ കബളിപ്പിച്ചതിൻ്റെ പേരിൽ. ഇവിടെ അദാനിയെ എന്ത് വിഷയമുണ്ടായാലും സംരക്ഷിക്കുമെന്ന നിലപാടുമായി നരേന്ദ്രമോദി പോകുമ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം പാർലമെന്റിനകത്തും പുറത്തും ഉണ്ടാവുക സ്വാഭാവികവുമാണ്. ഇന്നിപ്പോൾ എന്തൊക്കെ വിഷയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയത്? ഉടൻ തന്നെ സഭ ചേർന്ന ഉടൻ തന്നെ നിർത്തിവെക്കേണ്ട സാഹചര്യമായിരുന്നു.
സിജു, ഇതിൽ ഈ അദാനി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി അടിയന്തര പ്രമേയ നോട്ടീസുകളാണ് പ്രതിപക്ഷ എംപിമാർ നൽകിയിട്ടുള്ളത്. എല്ലാ പാർട്ടിയുടെയും പ്രതിപക്ഷ പാർട്ടികളെയും എംപിമാർ ഈ ഒരു അദാനി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ അദാനി ഗ്രൂപ്പിനെ ചുറ്റിപ്പറ്റി സമീപകാലത്തുണ്ടായ എല്ലാ സംഭവവികാസങ്ങൾ, സാമ്പത്തികമായ ക്രമക്കേടുകൾ, കൂടാതെ ഹിൻഡൻബർഗിന്റെ വെളിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള സ്റ്റോക്കിലെ കൃത്രിമം, അക്കൗണ്ടിംഗ് തട്ടിപ്പ്, കൽക്കരി വില വർദ്ധിപ്പിച്ചടക്കമുള്ള കാര്യങ്ങൾ, ഏറ്റവും ഒടുവിലായി ഈ ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഈ സൗരോർജ്ജ പദ്ധതിയുടെ കരാർ ലഭിക്കാൻ വേണ്ടി കൈക്കൂലി നൽകിയെന്നുള്ള കേസ്, ഏകദേശം 1200 കോടിയോളം രൂപയുടെ അഴിമതി കേസ് എല്ലാം തന്നെയും US കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ഇതെല്ലാം തന്നെയും ഗുരുതരമായ ആരോപണങ്ങളാണ്. ഇതിൽ കൃത്യമായി കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കണമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. നേരത്തെ ഹിൻഡൻബർഗ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരും സെബിയും എല്ലാം തന്നെയും അദാനിക്ക് ക്ലീൻ ചിറ്റ് നൽകി രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ തവണ നരേന്ദ്രമോദിക്ക് അത്തരത്തിൽ ഈ അദാനിയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. പ്രത്യേകിച്ച് US കോടതിയിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്ത് നിലപാടാണ് സർക്കാർ സ്വീകരിക്കുക, നരേന്ദ്രമോദിക്ക് എന്താണ് പറയാനുള്ളത് എന്ന കാര്യത്തിൽ എല്ലാം തന്നെയും എല്ലാം നിർത്തിവെച്ചുകൊണ്ട് അടിയന്തര പ്രമേയമായി അംഗീകരിച്ചുകൊണ്ട് ഒരു ചർച്ച വേണമെന്നൊരു ആവശ്യമാണ് ഇത്തരത്തിൽ ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ളവർ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിക്കൊണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായി ഈ വിഷയം തന്നെയാണ് ഏറ്റവും അധികമായി പ്രതിപക്ഷം ഉയർത്തുന്നതും. ഇതെല്ലാം തന്നെയും വരുമെന്ന് കൃത്യമായ ധാരണ നരേന്ദ്രമോദിക്കും ഭരണപക്ഷത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചില ആളുകൾ ഈ ഒരു പാർലമെന്റ് സമ്മേളനം തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമെന്ന് മോദി അതാണ് സിബി. നേരത്തെ തന്നെ ഈ പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളെ കണ്ടപ്പോൾ മോദി പറഞ്ഞത് ചിലർ പാർലമെന്റ് തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്, പാർലമെന്റ് സമാധാനപരമായി പോകാൻ അനുവദിക്കാത്ത ചിലരുണ്ട് എന്ന് പറഞ്ഞു. കാരണം ഈ വിഷയം പാർലമെന്റ് ശീതകാല സമ്മേളനത്തിൽ വിവാദമാകാൻ പോകുന്നത് ഈ അദാനിയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ ആകുമെന്നുള്ള സൂചന നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒരു മുൻകൂർ ജാമ്യമെടുപ്പ് മോദി നടത്തുകയും ചെയ്തത്. തീർച്ചയായും സിജു, നമുക്കറിയാം മോദി അദാനി ബന്ധം സംബന്ധിച്ചെല്ലാം തന്നെയും സുവ്യക്തമാണ്. മാത്രമല്ല നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് JPC അന്വേഷണമെല്ലാം തന്നെയും പ്രതിപക്ഷം ഉന്നയിക്കുകയും പ്രത്യേകിച്ച് ഹിൻഡൻബർഗ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് JPC അന്വേഷണം അടക്കമെല്ലാം തന്നെയും പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന ഒരു പശ്ചാത്തലം നേരത്തെ തന്നെ പാർലമെന്റിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. പാർലമെന്റിൽ തന്നെ ഈ മോദി അദാനി കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വിഷയങ്ങൾ ഉന്നയിക്കുകയും പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി വന്ന ഈ ഒരു വിഷയമാണ് ഈ ഒരു കൈക്കൂലി കേസ് എന്ന് പറയുന്നത്. സ്വാഭാവികമായും അത് സൗരോർജ്ജ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കേസാകുമ്പോൾ അത് ഈ നരേന്ദ്രമോദി അദാനി കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു അഴിമതി കേസ് ഉയർന്നു വരുന്നതും. ഈ ഒരു കേസിൽ 2023 മുതൽ അമേരിക്ക വളരെ വലിയ വിപുലമായ അന്വേഷണം നടക്കുകയായിരുന്നു. അതുവരെയും കേന്ദ്ര സർക്കാർ അറിഞ്ഞിട്ടും ഇത് മിണ്ടാതെ പുറത്തു പറയാതെ ഇരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഇതെല്ലാം അതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ പാർലമെന്റ് ഈ ഒരു വിഷയം വളരെ വലിയ രീതിയിൽ ശക്തമായി ഉന്നയിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ കോൺഗ്രസ് അടക്കമല്ലാതിനെയും JPC അന്വേഷണം ആവശ്യപ്പെടുന്നു. CPIM പോളിറ്റ് ബ്യൂറോ ഈ ഒരു വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്നും മാത്രമല്ല അദാനിയുടെ എല്ലാ ഇടപാടുകളും സംബന്ധിച്ച് വിശദമായ ഒരു പ്രത്യേക ഏജൻസി തന്നെ അന്വേഷിക്കണമെന്ന ആവശ്യം CPIM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വിവിധ പ്രതിപക്ഷ പാർട്ടികൾ അദാനി മോദി കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആവശ്യപ്പെടുകയും ഇന്നിപ്പോൾ ഈ ശീതകാല സമ്മേളനം ആരംഭിക്കുമ്പോൾ അത് ശക്തമായി ഉയർത്താനുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ സഖ്യ നേതാക്കൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ശരി സിബി തുടരുക.